പിളർപ്പിനും ഭിന്നതകൾക്കുമിടെ തൃണമൂൽ കോൺഗ്രസിൽ സംഘടനാ അഴിച്ചുപണിയുമായി മമതാ ബാനർജി. യുവജന വിഭാഗത്തിൻ്റെയും തൃണമൂൽ മഹിളാ കോൺഗ്രസിൻ്റെയും തലപ്പത്ത് മാറ്റം. തൃണമൂൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സായോണി ഘോഷിനെ മാറ്റി അണ്ണാ ബാനർജിയെ നിയമിച്ചുവെന്ന് വിവരം. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. പറയാ അരവിന്ദ്, ഗുഡ് മോർണിംഗ്. TMC പിളർപ്പിന് പിന്നാലെ വലിയ പ്രതിരോധത്തിലാണ് മമതാ ബാനർജി ഉള്ളത്. പാർട്ടിക്കുള്ളിൽ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ അഴിച്ചുപണികൾ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. പ്രധാനമായും യുവജന വിഭാഗം അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസ് വിഭാഗത്തിലടക്കമാണ് തൃണമൂൽ കോൺഗ്രസിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. TMCയുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ചുമതലയിൽ നിന്ന് സയോനി ഘോഷിനെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. നിലവിൽ വിമത പക്ഷത്താണ് സയോനി ഘോഷ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പദവിയിൽ തുടരാൻ അനുവദിക്കില്ല എന്നതാണ് മമതാ ബാനർജി അടക്കം വ്യക്തമാക്കുകയും ഇപ്പോൾ അർണവ് ബാനർജിയെ സംസ്ഥാന തൃണമൂൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി നിയമിക്കുകയും ചെയ്തത്. ഇതുകൂടാതെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാലാ റോയിയും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് മാറ്റിയിട്ടുണ്ട്. പകരം ആലിഫ അഹമ്മദിനെയാണ് നിയമനം നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ കുനാൽ ഘോഷിനെ നോർത്ത് കൊൽക്കത്ത സംഘടനാ ജില്ലാ പ്രസിഡന്റായി നിയമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വിമതരുമായെല്ലാം ചർച്ചകൾ നടത്തിയ സന്ദീപ് ബന്ദോപാധ്യായെ മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ കുനാലിനെ ഈ പദവിയിലേക്ക് നിയമിച്ചിരിക്കുന്നത്. നിലവിൽ ലോക്സഭയിൽ 28 MP-മാരാണ് തൃണമൂൽ കോൺഗ്രസിലുള്ളത്. അതിൽ 21 പേരും ഈ വിമത പക്ഷത്തേക്ക് പോയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സുദീപ് ബന്ദോപാധ്യായും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. നിലവിൽ വിമത MP-മാർ ഡൽഹിയിലുണ്ട്. അവർ ഇന്ന് ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുമായി കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. അധികാരം തന്റെ പക്കൽ നിന്ന് പോകുമെന്നുള്ള തിരിച്ചറിവിലാണ് ഇപ്പോൾ വലിയ മാറ്റങ്ങൾ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ പോഷക സംഘടനകളടക്കം തന്റെ വിശ്വസ്തരെയും അതോടൊപ്പം തന്നെ തനിക്കൊപ്പമുള്ളവരെയും കൂടി ഇപ്പോൾ നിയമിച്ചിരിക്കുകയാണ് മമതാ ബാനർജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.